क़ाल अल्लाहु तआला फ़ी शान हबीबिही इन्नल्लाहा व मलाइकतहू युसल्लूना अलन नबी या अय्युहल्लज़ीना आमनू सल्लु अलैहि व सल्लिमू तस्लीमा। अल्लाहुम्मा सल्लि अला सय्यदना व शफीअना व हबीबना व मौलाना मुहम्मदिन व अला आले सय्यदना व मौलाना मुहम्मदिन व बारिक व सल्लिम। मुहतरम उलमाए किराम व मशाइखीन इज़ाम व बिरादरान इस्लाम, अल्लाह ताला का बेइंतहा करम और फजल है कि उसने हमें सरकार दो आलम सल्लल्लाहु अलैहि वसल्लम की उम्मत में पैदा फरमाया और इस उम्मत की हिफाजत और हिदायत के लिए अल्लाह ताला ने कुरान अज़ीम जैसी नेमत से सरफराज फरमाया। अल्लाह ताला इरशाद फरमाते हैं, क़ाल अल्लाहु तआला फ़ी कुरानिल मजीद പ്രഗത്ഭരായ ഉലമാ നേതാക്കളെ, മശായിഖന്മാരെ, ഇസ്ലാമിക സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറ്റമില്ലാത്ത അനുഗ്രഹവും കൃപയും കൊണ്ട് നമ്മെ അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്തു. അതോടൊപ്പം അല്ലാഹു തആല ഈ സമുദായത്തിൻ്റെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ സന്മാർഗത്തിന് വേണ്ടി അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആന് അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ട് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചു. अल्लाह ताला इरशाद फरमाते हैं, फ़अलम अन्नहु ला इलाहा इल्लल्लाह, बस जानो तुम ला इलाहा इल्लल्लाह क्या है। यहाँ जानने का हुक्म है, इससे पहले पढ़ने का हुक्म दिए अल्लाह ताला। पढ़ना भी, जानना भी, उससे फहम से मालामाल होना भी एक कलमे तैयबा के मनाजिल है। एक कलमे तैयबा के जो शख्स कलमे तैयबा को जान लेगा, अल्लाह ताला इरशाद फरमाते हैं कि उसको आखिरत से अल्लाह बेनियाज कर देगा। आखिरत की फिक्र नहीं होगी उसको। അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയുക. അല്ലാഹു തആല ഈ കലിമ ചൊല്ലാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് പറയാൻ നേരത്തെയുള്ള നമ്മളോടുള്ള കൽപ്പനയാണ്. ഈ ആയത്തിൽ ഈ കലിമയെ അറിയാനാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. ഈ കലിമ പറയുക,
കെലിമ അറിയുക, അതിൽ പറയുന്ന തത്വം എന്താണ്, അത് ഗ്രഹിക്കുക. ഇതൊക്കെ ഈ കെലിമയുടെ വ്യത്യസ്ത ഘട്ടങ്ങളാണ്. ഈ കെലിമയുടെ ഈ ഘട്ടങ്ങളെ ഏതൊരാൾ പൂർത്തീകരിക്കുന്നോ അവര് ആഖിറത്തിന്റെ പാരത്രിക ജീവിതത്തൊട്ട് ഐശ്വര്യമായവരാണ്. അവർക്ക് പാരത്രിക ജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥയും വരികയില്ല എന്ന് അല്ലാഹു തആല ഉറപ്പു നൽകുകയാണ്. दौरे हाज़िर में कलमे तैयबा को पढ़ के गुजर जाते हैं, उसके जानने की तरफ तवज्जो नहीं देते. ഈ കാലഘട്ടത്തിൽ ജനങ്ങള് പൊതുവെ കെലിമ പറഞ്ഞുകൊണ്ട് അപ്പുറം മറികടക്കുകയാണ്, പറഞ്ഞു പോവുകയാണ്. അതിനെ അറിയാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല, അതിനെ അറിയാൻ ആരും പരിശ്രമിക്കുന്നില്ല. अल्लाह ताला जानने वालों को कैसी जजा से मालामाल फरमाया है. वस्तगफिर लिज़ंबिका वलिल मोमिनीन वल मोमिनात. अल्लाह ताला इरशाद फरमाते हैं, जो बंदा जानेगा कलमे तैयबा को, उसको ये मुकाम मिलेगा कि ईमान वाले मर्द और ईमान वाले औरतों की वो मगफिरत की दुआ करेगा. ഈ പരിശുദ്ധ കെലിമയെ അറിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല പറയുന്ന സ്ഥാനം എത്ര ഉന്നതമായതാണ്. അല്ലാഹു തആല പറയുന്നു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഏതൊരാൾ കെലിമ അറിഞ്ഞോ, ആ അറിവ് ഒരാൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾ വിശ്വാസികളായ സ്ത്രീകളായും പുരുഷന്മാരായും ആരുണ്ടോ അവർക്കൊക്കെ മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള യോഗ്യത അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. मोहतरम सामईन किराम, जब हम बूढ़े हो जाते हैं, फिक्र राह होती है अल्लाह मेरी मगफिरत करेगा या नहीं. मगफिरत की फिक्र ज़ईफुल उमरी में पैदा होती है और अल्लाह ताला ऐसे करीम और रहीम है, मर्द उम्र के किसी हिस्से में भी अगर वो कलमे तैयबा को जान लेगा, उसकी फिक्र नहीं, उन्हें जिसको चाह बख्शा देगा. മനുഷ്യൻ അവന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഏതൊരാളെയും അലട്ടുന്ന ഒരു വിചാരമാണ്, അല്ലാഹു തആല എനിക്ക് മഗ്ഫിറത്ത് ചെയ്തു തരുമോ ഇല്ലേ, എന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമോ ഇല്ലേ. പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു വിചാരമാണ്, അല്ലാഹു തആല എനിക്ക് മഗ്ഫിറത്ത് ചെയ്തു തരുമോ. ഈ ചിന്ത ഏതൊരാളുടെ ഉള്ളിൽ ഉണരാൻ തുടങ്ങുന്നു. എന്നാൽ ഏതൊരാള് പരിശുദ്ധ കെലിമയെ അറിയുന്നോ, അത് ഏത് പ്രായത്തിലായാലും ശരി, യുവത്വത്തിലാകട്ടെ വാർദ്ധക്യകാലത്താകട്ടെ, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തില് ഒരാൾ കെലിമയെ അറിഞ്ഞവനായി മാറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവരെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പൊറുക്കുകയോ എന്നുള്ള കാര്യത്തിലല്ല നിങ്ങൾക്ക്, അതിലപ്പുറം നിങ്ങൾ ആർക്ക് വിചാരിച്ചോ അവർക്കൊക്കെ പുറത്തു കൊടുക്കാനുള്ള ഉന്നതമായ അധികാരം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നതാണെന്ന സന്തോഷ വാർത്ത ഈ കെലിമയെ അറിയുന്നവർക്ക് അല്ലാഹു തആല നൽകുകയാണ്. इस कलमे तैयबा पर मेहनत लेते हैं फुकरा, उलमा नहीं. उलमा पढ़ा के गुजर जाते हैं. कलमे तैयबा की फहम, उसका माना, उसका जानना, ये अल्लाह ताला ने फुकरा को अता किया है नेमत. फुकरा इस कलमे तैयबा के तत्हीर को, कलमे तैयबा के फैजान को अपने में जारी व सारी कर देते हैं. ബഹുമാനികളെ, ഈ കെലിമയുടെ മേലുള്ള അധ്വാനം, കെലിമ അറിയുക, കെലിമ മനസ്സിലാക്കുക, കെലിമയുടെ അർത്ഥം ഉൾക്കൊള്ളുക, അതിന്റെ താല്പര്യം പൂർത്തീകരിക്കുക, അതിനെ ഗ്രഹിക്കുക എന്നുള്ള ഈ കർത്തവ്യങ്ങളുടെ മേലൊക്കെ അധ്വാനിപ്പിക്കുക എന്നുള്ള ഈ പ്രവർത്തനം ഉലമാക്കൾ പൊതുവെ നിർവഹിക്കുന്നത് കാണുകയില്ല. അവര് കെലിമ ചൊല്ലാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കെലിമ പറയിപ്പിച്ച് അവര് അപ്പുറം പോവുകയാണ്. പക്ഷേ ഈ കെലിമ അറിയുകയും മനസ്സിലാക്കുകയും
അതിൻ്റെ ഉള്ളിൽ അടങ്ങിയ കാര്യങ്ങള് അതിന്റെ ഫഹ്മ് ഉൾക്കൊള്ളുകയും ചെയ്തുള്ളൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പരിശീലിപ്പിക്കുന്നത് അത് ഫുഖറാക്കളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഫക്കീറന്മാരായി മാറിയ ഈ അവന്റെ സ്വന്തക്കാരായ മഹാന്മാര് അവർ മാത്രമാണ് ഈ കെലിമയെക്കുറിച്ചുള്ള പഠനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ കെലിമയുടെ ഉള്ളിൽ ഏതൊരു ശുദ്ധീകരണവും ഈ കെലിമയുടെ ഏതൊരു ഫൈലാനമുണ്ടോ അത് മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നവർ. ये कलमे तैयबा 1,80,000 अंबिया पर नाजिल हुआ। उलूहियत का कलमा एक ही है, इस्लाम रिसालत का कलमा कुछ बदला है। जो नबी अपने दौर में अपनी उम्मत को तालीम दिया वो अपना रिसालत का कलमा भी जारी कर दिया। ला इलाहा इल्लल्लाह आदम सफीउल्लाह, ऐसे ईसा रूहुल्लाह तक तमाम अंबिया की रिसालत का ऐलान हो रहा है। और आखिर में मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का जमाना आता है। उस जमाने के हम रखने वाले हैं। कैसा जमाना है ये? अल्लाह ताला जितनी नेमतें हैं मोहम्मद रसूलुल्लाह के ज़ात अतर पर नाजिल फरमाया, उन नेमतों से इस्तेफादा उम्मत कर रही है, मगर ज़हन हमारा उन नेमतों के तरफ नहीं जाता, बल्कि मादी नेमतों के तरफ हम ललचाई हुई नजरों से देखते हैं। अगर हम हमारी नेमतें जो अल्लाह ताला जो नाजिल फरमा रहा है अगर उसके तरफ तवज्जो करेंगे, अल्लाह जरूर वो नेमतों से हमको मारामाल करेगा। ബഹുമാനികളെ, ഈ പരിശുദ്ധ കെലിമയുടെ പഠനം ഈ ലോകത്ത് 1,80,000 വരുന്ന അമ്പിയാക്കളൊക്കെ നിർവഹിച്ച പഠനം, അവരൊക്കെ നൽകിയ പഠനം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള പഠനമാണ്. അമ്പിയാക്കൾക്കിടയിൽ ഉലൂഹിയത്തിനെ കുറിച്ച് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കെലിമയിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എല്ലാ അമ്പിയാക്കളും വന്നുകൊണ്ട് അവരവരുടെ ജനതകൾക്ക് നൽകിയ പരിശുദ്ധമായ സന്ദേശത്തിന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിൽ ഒരാളിലും മാറ്റമില്ല. എല്ലാവരും ഒരേ കെലിമയാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഏതൊരു കാലഘട്ടത്തിലേക്ക് ഏത് പ്രവാചകർ ഏത് അമ്പിയാക്കൾ നിയോഗിക്കപ്പെട്ടോ അവര് അവരുടെ റിസാലത്തിനെ കുറിച്ചുള്ള കെലിമ കൂടി ചേർത്തുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു. അതിൽ മാറ്റമുണ്ടായി എന്നല്ലാതെ ഉലൂഹിയത്തിന്റെ കെലിമ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കെലിമയില് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഹദ്റത്ത് ആദം നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദം സഫിയുല്ലാഹ് എന്ന കെലിമ ഉച്ചരിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട ഹദ്റത്ത് ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള ഓരോരുത്തരും അവരുടെ അമ്പിയാക്കളുടെ ആ റിസാലത്തിനെ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം ചേർത്തുകൊണ്ട് സമുദായത്തിന് നൽകി. ഈസാ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റൂഹുല്ലാഹ്. അതിനുശേഷം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ പരിശുദ്ധ കലിമ നമ്മൾ ഉച്ചരിക്കുന്നു. ബഹുമാനികളെ, ഈ കാലഘട്ടം അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം അവന്റെ നിഅമത്തുകളുണ്ടോ അത് മുഴുവനും പൂർണ്ണമായി നൽകപ്പെട്ട ഒരു ദാത്തുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദാത്തിലാണ് അല്ലാഹു തആല എല്ലാ നിഅമത്തുകളെയും പൂർത്തീകരിച്ചത്. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകിയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരിലൂടെ അല്ലാഹു തആല ഈ സമുദായത്തിന് നൽകിയതായ ഈ എല്ലാ അനുഗ്രഹങ്ങളെയും കൺമുന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ നോട്ടം ഇന്ന് വെറും ഭൗതികമായ നിഅമത്തിലേക്ക് മാത്രമാണ്. ആ ഭൗതികമായ നിഅമത്തിലേക്ക് കൊതിയോടെ, ആഗ്രഹത്തോടെ, അലച്ചയോടെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചിരിക്കുകയാണ്. എന്നാൽ ബഹുമാനികളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് നൽകിയതായ ഏതൊരു അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അഥവാ ഇന്നും നാം പരിശ്രമിക്കുകയാണെങ്കിൽ ആ എല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ടും ഈ ഉമ്മത്തിനെ അല്ലാഹു തആല അനുഗ്രഹീതമാക്കി മാറ്റുന്നതാണ്. മുഹ്തറം സാമഈൻ കിറാം, वक्त हमारे चलने चलाने का आ गया। अभी तक मन खाला में पड़े हुए हैं हम, प्रारंभ के मुकाम पर पहुंचने की कोशिश नहीं कर रहे। अगर फारम मनहू के मुकाम पर पहुंच जाएंगे इंशाअल्लाह आखिरत के तमाम मनाजिल आसान, कोई पेचीदगी नहीं रहेगी। अल्लाह कुरान पाक में उसका तज़किरा फरमाए, जितने मोमिन मर्द और मोमिन औरतें तुम जानते हो उन सब की मग़फ़िरत तुम करा सकते हो। आलम अन्नहू में अपनी फिक्र लगी हुई है, अल्लाह मुझे बख्शता या नहीं बख्शता, मेरी मग़फ़िरत होती या नहीं होती। और आलम में अल्लाह ने मुकाम दिया है कि हजारों अपने दोस्त, अहबाब, खानदान, बीवी, बच्चे सबको तुम मग़फ़िरत करवा लेगी। इसकी कोशिश करो। चंद दिन रह गए हैं हमारे सांस छोड़ने के लिए, अगर उसके तरफ तवज्जो देंगे और वो नेमत और वो दौलत हासिल कर लेंगे तो इंशाअल्लाह आखिरत का मुकाम बड़ी आसानी से तय कर लेंगे। ബഹുമാനികളെ, നമ്മുടെയൊക്കെ പ്രായം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് പോകേണ്ട കാലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. എപ്പോഴായിരിക്കും ഇനി നമ്മൾക്ക് ഈ ഫഅലം അന്നഹു എന്ന് പറഞ്ഞ ഫഅലമിലേക്ക് എത്താൻ സാധിക്കുക? നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നതിലാണ് ഇപ്പോൾ ഇത്രയും കാലം ജീവിതം മുഴുവൻ അവസാനിച്ചു പോയിട്ടുള്ളത്. ഈ ഫഅലം എന്ന് പറയുന്നത് ഈ അറിയുക എന്ന കാര്യം നേടിയെടുക്കാൻ എവിടെയാണ് നമ്മളെ ജീവിതത്തിൽ പ്രായം ബാക്കിയാവുക? എന്നാൽ ഏതൊരാള് ഈ കെലിമയെ പറയുന്നതിലപ്പുറം കെലിമ അറിയുക എന്നുള്ള ഈ പ്രവർത്തനം കൂടി നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ പാരത്രിക ജീവിതം, ആഖിറ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു വിചാരമോ ചിന്തയോ ബേജാറോ ഒരിക്കലും തന്നെ ആ അടിമയെ അലട്ടുകയില്ല. അതിൽ നിന്നൊക്കെ സുരക്ഷിതമായ ഒരവസ്ഥ അല്ലാഹു തആല അവന് നൽകുന്നതാണ്. അതിന്റെ വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആള്, ലാ ഇലാഹ ചൊല്ലിയ ആള്, ആ പറഞ്ഞതിൽ നിർത്തിയ ആള് അല്ലാഹു തആല ആഖിറത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് പുറത്തു തരുമോ, ഓന്റെ മഗ്ഫിറത്ത് എനിക്ക് കിട്ടുമോ എന്നുള്ളൊക്കെ ബേജാറിലും വെപ്രാളത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ ഫഅലം അന്നഹു എന്ന് പറയുന്ന ആ സ്ഥാനം പ്രാപിച്ചതായ ആളുകൾ അവർക്ക് യാതൊരു ബേജാറുമില്ല. അവര് സ്വയത്തിൽ മഗ്ഫിറത്ത് എന്നല്ല, അവർക്ക് ആരൊക്കെ അറിയോ തന്റെ പരിചയത്തിൽപ്പെട്ട ഏത് മുഅ്മിനായ മുഅ്മിനത്തായ സ്ത്രീ പുരുഷന്മാരുണ്ടോ അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കാനുള്ള അധികാരവും സമ്മതവും അല്ലാഹു തആല നൽകുകയാണ്. ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കെലിമയെ അറിയുന്നവർക്ക് അല്ലാഹു തആല പ്രദാനിക്കുകയാണ്.
അതുകൊണ്ട് ബഹുമാനികളെ, നാം ഇനി എത്ര കാലമാണ് നമുക്ക് ബാക്കിയുള്ളത് എന്ന് അറിയുകയില്ല. നമ്മൾ ഈ പ്രായത്തിന്റെ അവസാനത്തെ പരിധിയിലാണ്. ഏതാനും ശ്വാസങ്ങൾ മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ഈ ഘട്ടത്തിൽ അഥവാ അള്ളാഹുവിന്റെ ഈ താല്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അഥവാ അള്ളാഹുവിനെ അറിയാൻ നമ്മൾ പരിശ്രമിച്ചാൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയുക എന്നുള്ള ഈ കൽപ്പന നമ്മൾ പൂർത്തീകരിച്ചാൽ, ആഖിറ ജീവിതത്തിൽ നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങൾ പറയപ്പെടുന്നോ അതിൽ നിന്നൊക്കെ നമ്മൾ സുരക്ഷിതരായിരിക്കും. അള്ളാഹു തആല വിജയിച്ച ഒരു ജീവിതം ആഖിറത്തിൽ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുന്നതാണ്. रात बहुत बड़ी बीती और सबके ज़रूरियात बाकी हैं। इंशाअल्लाह इसका ततीमा कल बयान किया जाएगा। अल्लाह से दुआ है